സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ആയൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വെജിറ്റബിൾ മാർട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ പൊതുവിപണിയിലെ സംഭരണ വിലയേക്കാൾ 10% അധിക വിലയ്ക്ക് കർഷകരിൽ നിന്നും സംഭരിച്ച് പൊതുവിപണി വിൽപ്പന വിലയിൽ നിന്നും 20% വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വെജിറ്റബിൾ മാർട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രവീന്ദ്രനാഥ് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അധികം നൽകിക്കൊണ്ട് സംഭരിക്കുകയും അത് നാട്ടിലെ ജനങ്ങൾക്ക് 20% വിലക്കുറവിൽ നൽകിക്കൊണ്ട് പുതിയൊരു വിപണന കേന്ദ്രമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നു മുതൽ ഈ നാടൻ പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ സംഭരണ വിപണന കേന്ദ്രം, അതായത് കർഷകരിൽ നിന്ന് ഇത് സംഭരിക്കുകയും അത് ജനങ്ങൾക്ക് ഇവിടെ ഔട്ട്ലെറ്റ് വഴി വിതരണം ചെയ്യുകയുമാണ് ലക്ഷ്യമിടുന്നത്. ഈ സംരംഭം ഇന്നു മുതൽ യാഥാർത്ഥ്യമാകുകയാണ്. പ്രസിഡന്റ് ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ ഇത് കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ ഈ ഭരണസമിതിക്കും ഈ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിനും കഴിയട്ടെ. അതോടൊപ്പം ജനങ്ങൾക്ക് നല്ല പച്ചക്കറി കിട്ടുന്നതിനും അവർക്ക് ഉപയോഗിക്കുന്നതിനും കഴിയത്തക്ക നിലയിൽ ഈ സംഭരണ വിപണന കേന്ദ്രം ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സംഘം പ്രസിഡന്റ് ബിനു പാപ്പച്ചൻ അധ്യക്ഷനായിരുന്നു. ഭരണസമിതി അംഗം അമൽ വർഗീസ് സ്വാഗതം പറഞ്ഞു. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം റാഫി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ തങ്കമണി എസ്, അഞ്ചൽ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ KP ബീന, അഞ്ചൽ DFIമാരായ കാർത്തിക MS, റിയാസ് AM എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. 10% വില കൂട്ടിയെടുക്കുക അല്ലേ? അപ്പോൾ കർഷകന് 10% കൂടുതൽ കിട്ടും. ഈ ക്ഷീര കർഷകർ തന്നെ പച്ചക്കറിയോ മുളകോ വെണ്ടയോ വഴുതനയോ ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ മാർക്കറ്റിലുള്ളതിനേക്കാൾ 10% വില കൂട്ടി ഇവിടെ വാങ്ങുക. എന്നിട്ടത് 20% കുറച്ച്, അതായത് വാങ്ങുന്നവർക്ക് സബ്സിഡിയായി കൊടുക്കുക. നല്ല വില കിട്ടുന്നതിനാണ് പച്ചക്കറി കച്ചവടത്തിൽ നല്ല കൊള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് വേണ്ടാന്ന് വയ്ക്കാൻ നാട്ടുകാർക്ക് പറ്റില്ല. നമ്മളത് കഴിച്ച് ശീലിച്ചത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും വാങ്ങും. അപ്പോൾ എന്നും ഡിമാൻഡുള്ള ഒന്ന് തന്നെയാണ് പച്ചക്കറി. അതിൽ വിഷം കലർത്തിയാണ് തമിഴ്നാട്ടുകാരെന്ന് അവർ തരുന്നത്. തമിഴ്നാട്ടുകാരൻ്റെ മക്കൾക്കും അവർക്കും കഴിക്കാനുള്ളതിൽ അവർ വിഷം കലർത്തുന്നില്ല. അതവർ പ്രത്യേകം നൽകുകയാണ്. പ്രത്യേകം തട്ട് വിഷമില്ലാതെ വിഷരഹിത പച്ചക്കറി അവർ കഴിക്കുകയും വിഷം മുളയ്ക്കുന്നപ്പം മുതൽ കീടനാശിനികൾ ഉപയോഗിച്ച് അതിനെ വളരെ സമൃദ്ധമായി വളർത്തിയെടുത്ത് മാർക്കറ്റ് ചെയ്ത് കൊടുക്കും. നമ്മുടെ തമിഴ്നാടിൻ്റെ ഗൾഫാണിത്, ബംഗാളിൻ്റെ ഗൾഫാണിത് എന്ന് പറയുന്നത് നമ്മളിവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാത്തതുകൊണ്ട്, നമ്മളിതിന് തയ്യാറാകാത്തതുകൊണ്ട്, പിന്നെ കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ വിഷയമുണ്ട്. എന്തുവായാലും സെക്രട്ടറി റോസമ്മ നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സജി അഞ്ചൽ. ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ലമിനോടൊപ്പം. 4 ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഡിസംബർ 1 മുതൽ ജനുവരി 25 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ. 1ാം സമ്മാനം ഗോൾഡ് നെക്ലേസ്, 2ാം സമ്മാനം ഡയമണ്ട് റിംഗ്, 3ാം സമ്മാനം ഗോൾഡ് റിംഗ്. കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ. ഈ ആഘോഷനാളിൽ 50% അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് 1% അധിക മൂല്യം. പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം. 0% സ്വർണ്ണവർഷ. അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ.